ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ പാർട്ട് 6 ആയിട്ടാണ് ഗൈസ്. പാർട്ട് 6 നമ്മൾ ഈ വീഡിയോയിലാണ് പറഞ്ഞാൽ കുറച്ച് ദിവസമായിരുന്നു. നമുക്ക് വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കണം. പിന്നെ ഗൈസ് നമ്മൾ കഴിഞ്ഞ സീസണിലുണ്ടാക്കി നമ്മൾ അയൺ ഫാം വരെ പോയതുകൊണ്ടാണ് ഗൈസ് നമുക്ക് കംപ്ലീറ്റ് അയൺ ആർമർ ആൻഡ് ടൂൾസിലോട്ട് ആവാനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ കംപ്ലീറ്റ് അയൺ ആർമർ ആൻഡ് ടൂൾസ് ആവുകയും ചെയ്യും. നമ്മൾ മറ്റേ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കും ഗൈസ്. നമുക്ക് ഡയമണ്ട് ആർമർ സാധനമൊക്കെ ആക്കാനായിട്ടുള്ള ഇത് വേണം. അയൺ ആർമർ ഇപ്പോൾ ശരിക്കും ആവേണ്ട കാര്യമില്ല, എന്നാലും ഒന്ന് ആയി. എന്തായാലും നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ നമുക്കൊന്ന് അയക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അയൺ ഫാം നല്ല എഫിഷ്യൻ്റ് ആയിരുന്നു ഗൈസ്. കാണിച്ചു തരാം. തുടങ്ങുന്നില്ല. ഓക്കെ, തുറന്നിട്ട് സ്നീക്ക് ചെയ്ത് അകത്തോട്ട് കയറിയിട്ട് ഗൈസ് കണ്ടാ 2 3 5 സ്റ്റാക്ക് അയണാണ് ഗൈസ് നമ്മുടെ കൈ വന്നിരിക്കുന്നത്. നമുക്കൊരു സ്റ്റാക്ക് എടുത്തോണങ്ങ് പോവാം. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് നേരത്തെ എടുത്തായിരുന്നു, കുറച്ച് ഓപ്പറല്ല കുറച്ച് സാധനം ഉണ്ടാക്കാനായിട്ട് ഇന്ന് എടുത്തു. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചിട്ടൊക്കെ എടുക്കാമെന്ന് വെച്ചു ഗൈസ്. ഇനി നമുക്ക് അപ്പുറത്തോട്ട് ഇത് കെട്ടിയിട്ട് എടുക്കാം. അപ്പുറത്തോട്ട് പോയിട്ട് അയൺ ആർമർ ആൻഡ് ടൂൾസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബ്രീഡർ ഉണ്ടാക്കാം ഗൈസ്. നമ്മൾ ബ്രീഡർ ഉണ്ടാക്കുന്നത് നമ്മുടെ ആ സൈഡിലോട്ടാണ് ഗൈസ്, നമ്മുടെ അപ്പുറത്തെ സൈഡിലോട്ട്. കാരണം ഈ വില്ലേജറെ വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അടുത്തടുത്ത് വരുവാണെങ്കിൽ ചിലപ്പോൾ ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് ഉണ്ടാക്കാം. പിന്നെ ട്രേഡിംഗ് ഹാൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഉണ്ടാക്കരുത് ഗൈസ്. ഓക്കെ, എത്തിച്ചേർന്നിട്ടുണ്ട്. അയ്യോ സോറി, അടിമാറിക്കൊണ്ട്. നമുക്കേ നമ്മുടെ കയ്യിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ടങ്ങ് എടുത്ത് വെച്ചേക്കാം. നമുക്ക് എല്ലാം പുതിയത് ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. സാധനം നിറഞ്ഞ് ഫുഡ് കഴിക്കട്ടെ. വാട്ടർ ബക്കറ്റ്, സ്ട്രിങ്, എന്തൊക്കെയാണ് കയ്യിരിക്കുന്നത്? ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് മറ്റേ വില്ലേജേഴ്സിന് കൊടുക്കാനായിട്ട് സാധനം കൊണ്ടെടുത്തായിരുന്നു ഗൈസ്. അതിനകത്തൊരു 13 എണ്ണം ഉണ്ട്. സ്റ്റിക്കും വോള് തിരിച്ചെടുത്ത് വെച്ചാൽ ബെഡും മറ്റേ സാധനമൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കാനുള്ള സാധനം ഇതിനകത്തിരിക്കുന്നത്, മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, നമുക്കങ്ങനെ ഫസ്റ്റ് ഒരു ഹെൽമെറ്റ്, പിന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ ഒരു പാൻസ്, പിന്നെ ഒരു ബൂട്ട് ഗൈസ്. ബൂട്ട് എന്ത് അത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ഒരു സോഡ്, പിന്നെ ഒരു പിക്കാക്സ്, ഇനി ഒരു ആക്സ്, ഒരു ശവലോട് ഉണ്ടാക്കാം ഗൈസ്. പോകാൻ നമുക്ക് വേണ്ട, പോകാൻ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും എന്തായാലും. ഇനി ഒരു ഷീൽഡ് ഉണ്ടാക്കാൻ വുഡിനകത്താണ്. ഓക്കെ ഗൈസ്, ഇത് വേണ്ടത് ഇതെന്തിനു വേണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുൾ കംപ്ലീറ്റ് അയൺ ആർമർ ആൻഡ് ടൂൾസിലോട്ടായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാനുള്ള പണി നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് വരട്ടെ. നമ്മുടെ ബ്രീഡർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് ഗൈസ്. ഫുഡ് ഒന്ന് ഉറങ്ങട്ടെ ഗൈസ്. നമുക്ക് നീറ്റ് ആവുന്നത് എന്നാണ്ട് ഇത്രയും സാധനമാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട്. ഞാൻ ഒരു സോംബി കണ്ടാന്ന് ബിയോടെ കിടന്ന് പറയുന്നത് കണ്ടപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്. മിൻ്റെയിൽ എന്തുണ്ട്? മിൻ്റെ കണ്ടൊന്നുമില്ല. മിൻ്റെ ലീശ് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. ഓക്കെ, നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മുടെ പണിയിലോട്ട് തുടങ്ങാം. 2 ദിവസം കൊണ്ട് നമ്മൾ പണി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഞാൻ വീഡിയോ ഇടുന്നത് നോക്കി. ഞാൻ ശരിക്കും 6 മണിക്കാണ് ഞാൻ വീഡിയോ ഇടാൻ മിക്കപ്പോഴും വീഡിയോ ഇടുന്നത്. പിന്നെ അപ്പം ഞാൻ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീഡിയോ എടുത്ത് വെക്കുന്നു. പക്ഷേ ഇന്നലെ പുറത്ത് ഒരിടത്ത് വരെ പോകേണ്ടി വന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതാണ്ട് ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടുന്നത്. ഇത് കണക്ക് കറക്റ്റാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇത്രയാണ് മെയിനായിട്ട് ഒരു ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടത്. ഇത് നമുക്ക് ഉണ്ടാക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഡെർട്ടിങ് വേണ്ട ഗൈസ്. ഡെർട്ടിങ് ചുമ്മാ അങ്ങോട്ട് എടുത്തു വെച്ചത്. ഇനി നമുക്ക് പരിപാടി ഗൈസ്. ഈ സാപ്ലിങ് എടുത്തേക്കാം. ഇത് നമുക്കേ ഇതൊക്കെ തന്നെ പ്ലേസ് ആവുന്നു. നമുക്ക് ഇതാണ്ട് ഇവിടെ നമുക്ക് ഇത് തുടങ്ങുന്ന നമുക്കൊരു സെൻറ്റർ ബ്ലോക്ക് വേണം ഗൈസ് ആദ്യം. എന്നിട്ട് നമുക്കിതാ ഇവിടെ ഒരു സെൻറ്റർ ബ്ലോക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ജസ്റ്റ് ഞാൻ അങ്ങ് അപ്പുറത്തെ മൂലയ്ക്ക് കൊണ്ടുവച്ചു. ഇതിനകത്തുനിന്ന് നമുക്ക് ഈ കമ്പോസ്റ്ററും ഈ വെള്ളവും എടുക്കാം ഗൈസ്. ഈ അതിനകത്ത് ഇരുന്നോട്ട് എങ്ങാനും പോയാലേ വേണ്ട ഗൈസ്. ഇവിടെ ഒരു വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് 2 കമ്പോസ്റ്റർ വെക്കണം ഗൈസ്. ഇതിപ്പം വെക്കാൻ ഈ ബ്ലോക്ക് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഒരെണ്ണം ഇതിൻ്റെ മണ്ടയ്ക്കും ഒരെണ്ണം സ്നീക്ക് ചെയ്ത് ഇരുന്നിട്ട്
ഇതിൻ്റെ മണ്ടയ്ക്ക് വെക്കണം ഗൈസ്. മണ്ടയ്ക്ക് തന്നെ വെക്കണമെന്നില്ല, പണിയെടുക്കുമെന്ന് തോന്നുന്നു മണ്ടയ്ക്ക് വെച്ച്. എനിക്ക് കറക്റ്റ് ഉറപ്പില്ല. ഇനി നമുക്ക് നമ്മുടെ ഹോ എടുത്തോണ്ട് വരാം. അത് മൂലയ്ക്ക് ജസ്റ്റ് കൊണ്ട് വെച്ചപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും പണി വരുമെന്ന്. ഇനി നമുക്ക് നമ്മുടെ ഹോ എടുത്തിട്ട് ഇത് വേറെ ഉണ്ടാക്കേണ്ടിയും വരുമല്ലേ. ടിൽറ്റ് ചെയ്യാം ഗൈസ്. 1 2 3 4 ഇവിടുന്ന് 4 സൈഡിലോട്ട് 4 ബ്ലോക്ക് വീതം ടിൽറ്റ് ചെയ്യണം ഗൈസ്. 1 2 3 1 2 3 4 ഓക്കെ 4 1 2 3 4 ഓക്കെ. ഇനി നമുക്കിത് കണക്ട് ചെയ്യണം ഗൈസ്. ഞാൻ ഒന്ന് കണക്ട് ചെയ്തിട്ട് വരാം. നമ്മളിത് മൊത്തം ഫാമിലി ലാൻഡ് ആക്കിയിട്ടുണ്ട്. അവിടെ വേണ്ട. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കണം ഗൈസ്. നമുക്ക് ബ്ലോക്ക് കൂടെ എടുത്തുകൊണ്ട് വരാം. എന്തായാലും ഹോ പൊട്ടിയിൽ ടിൽറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബ്ലോക്ക് വേണം ഗൈസ്. നമുക്ക് സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് തന്നെ വെച്ചേക്കാൻ വേണ്ടി എടുത്തില്ല. ഓക്കെ. ഇനി നമുക്ക് ഫ്രണ്ട് വേണം ഗൈസ്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് 3 ശരിക്കും ഇത് 1 ബ്ലോക്കാണ് ഉണ്ടാക്കുന്നത് ഞാൻ, പക്ഷേ 3 ബ്ലോക്ക് ഉണ്ടാക്കും ഗൈസ്. കുറച്ചുകൂടെ ഇതിന് വേണ്ടി ഇത് സെൻറ്റർ കിട്ടാനും. ഇപ്പോൾ നമ്മൾ 1 2 3 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ വെക്കണം. ഈ 3 ബ്ലോക്കിലൂടെ ആയിരിക്കും നമ്മുടെ വില്ലേജർ ബേബി വില്ലേജർ താഴോട്ട് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ കെട്ടാം ഗൈസ്. ഇവിടെ 2 ബ്ലോക്ക് ഹൈറ്റിൽ നമുക്ക് മതിൽ കെട്ടണം ഗൈസ്. ശരിക്കും ഇത് 1 ബ്ലോക്ക് ഉണ്ടാക്കിയാൽ മതി എനിക്ക്, പക്ഷേ 1 ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ബേബി വില്ലേജർ അങ്ങോട്ട് താഴോട്ട് വീഴിച്ചിട്ട് പാട് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ 3 ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. ശരിക്കും ഇത് നമുക്ക് ഫ്ലോട്ടിംഗ് ആയിട്ട് ഉണ്ടാകും ഗൈസ്. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. കാരണം നമുക്ക് ഇത് വെക്കുമ്പം പെട്ടെന്ന് നമുക്ക് ബേബി വില്ലേജ് താഴോട്ട് വരാണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടിനും കുറച്ചുകൂടെ എളുപ്പം ഫ്ലോട്ടിംഗ് ആയിരിക്കും. ഇതിപ്പം ഞാൻ അണ്ടർഗ്രൗണ്ടിലോട്ടാണ് മറ്റേ കളക്ടിങ് ഏരിയ ഉണ്ടാക്കുന്നത്. സൂപ്പർ. അത് പൊട്ടിക്കാം. കൈ കൊണ്ടങ്ങ് ചോട്ടിച്ചാൽ മതിയല്ലേ. പിക്കാക്സ് എടുത്ത സാധനത്തിൽ വെച്ചിട്ടെങ്കിൽ പോയിരുന്നു കംപ്ലീറ്റ് അയൺ ആർമറുമായിട്ട്. പൊട്ടി. ഓക്കെ. 2 ബ്ലോക്ക് ഹൈറ്റ് നമുക്ക് ഇതുണ്ടാകണം. ഇതിനകത്ത് വില്ലേജറെ കൊണ്ടിടുന്നതായിരിക്കും പാട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ടോർച്ച് വെക്കണം. ടോർച്ച് ഉണ്ടാക്കിയില്ല, അത് എടുത്തോണ്ട് വരാം. ഇവിടുന്ന് 3 ബ്ലോക്ക് കുഴിച്ച് മാറ്റിയിട്ട് ട്രാപ്പ് ഡോർ എടുക്കണം ഗൈസ്. ഈ ചെസ്റ്റ് അവിടെ കൊണ്ടുവച്ചാൽ ഭയങ്കര മെനക്കെടായി. കയ്യിലോ സാധനം എല്ലാം എടുത്ത് കൈ വെക്കാൻ പോകും ഗൈസ്, ഇല്ലെങ്കിൽ നടക്കത്തില്ല. 1 മിനിറ്റ്. ഓക്കെ ഗൈസ്, ഞാൻ സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കയറണം ഗൈസ്. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് പോയിക്കൊണ്ട് ഇവിടെ 3 ട്രാപ്പ് ഡോർ അങ്ങ് വെക്കണം. എന്നിട്ട് ഇത് ഓപ്പൺ ആക്കി വെക്കണം. എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഒരു 3 ബ്ലോക്ക് കൂടെ വെച്ചിട്ട് ഇതിൻ്റെ അവിടെ അല്ല സ്ഥലം മാറിപ്പോയി ഗൈസ്. അതാ ഈ ബ്ലോക്കിൻ്റെ താഴെ ഇവിടെ 3 ട്രാപ്പ് ഡോർ വെച്ചിട്ട് ഇതങ്ങ് ഇടിച്ച് പൊട്ടിച്ചേരാണ് ഗൈസ്. എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് വെക്കണം മേലോട്ട്. അപ്പോൾ ഇതിനകത്തൂടെ നമുക്ക് കിടക്കാൻ പറ്റത്തില്ല, മറ്റേ വില്ലേജസിന് നടക്കാനില്ല. ബേബി വില്ലേജസിന് മാത്രമേ ഇതിലേ കൂടെ പോകാൻ പറ്റത്തുള്ളൂ. ഇനി പുറത്തോട്ടിറങ്ങുന്ന അപ്പോൾ ഈ ബ്ലോക്ക് വെക്കാം. ഓക്കെ. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ ഇവിടുന്ന് താഴോട്ട് 2 3 ബ്ലോക്ക് കുഴിക്കണം ഗൈസ്. എന്നിട്ട് ഈ 3 ബ്ലോക്കായിരിക്കും നമ്മുടെ കളക്ടിങ് ഏരിയ. വ്യത്യാസം തീരുണ്ടല്ലോ. ഈ 3 ബ്ലോക്കായിരിക്കും നമ്മുടെ കളക്ടിങ് ഏരിയ ആയിട്ട് വരുന്നത്. ഇനി നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം ഗൈസ്. നിങ്ങൾക്ക് വേണ്ടുന്ന അത്രയും വലുതാക്കാം ഈ മുറി, അത് നിങ്ങളുടെ ഇഷ്ടം. വലുതാക്കാം. നമ്മൾ ഈ മുറി കുഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടേ ഇതങ്ങ് പൊട്ടിക്കാൻ പറ്റും. ഇതാണ് എൻ്റെ സെൻറ്റർ ബ്ലോക്ക്. ഇവിടെ 3 ബ്ലോക്ക് നമ്മളിങ്ങനെ നിരത്തി വെക്കണം ഗൈസ്. ഇങ്ങനെ ഇങ്ങനെയല്ല, ഇവിടെ ഓർമ്മ വരുന്നത്. സിമെട്രി വേണം ഗൈസ്. എപ്പോഴും സിമെട്രി ആയിട്ടില്ല. ഇവിടെ 3 അവിടെ 2 ആയിരിക്കും മിക്കവാറും. അവിടെ 1 ഉള്ളൂ. അത് നമുക്ക് വലുതാക്കാം. ഇങ്ങനെ അല്ലിയോടെ വരുന്നത് ആണല്ലേ. 1 2 3 തറ വേണം. ഓക്കെ, ഇത് കറക്റ്റാണ് ഗൈസ്. ഇനി നമുക്ക് മേലോട്ട് പോയിട്ട് കുറച്ച് പണിയുണ്ട് ഗൈസ്. ഇത് ഫ്രണ്ട് ഏതായിരുന്നു മറന്നുപോയി. ഓക്കെ ഗൈസ്, ഇങ്ങോട്ടാണ്. ഇവിടെ നമുക്കൊന്നൊരു കയറാനൊരു സ്റ്റെപ്പ് ഉണ്ടാക്കിയിടാം ഗൈസ്. ഓക്കെ, സൈഡിലോട്ട് ഇച്ചിരി മാറിപ്പോയിട്ടുണ്ട്. ഇത് നമുക്ക് അടയ്ക്കണം. നമ്മളിങ്ങനെ അല്ല സ്റ്റെപ്പ് കിട്ടുന്നത്. ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ കയറി വരാനായിട്ട് ഉണ്ടാക്കിയതാണ്. ഇനി നമ്മുടെ ബെഡ് എടുക്കണം ഗൈസ്. ബെഡ് 1 2 3 ബെഡ് എടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ
ഇവിടെ നിരത്തിയിടണം ഗൈസ് 3 ബെഡ്. ഈ ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് എന്നിട്ട് ഇത് കവർ ചെയ്യണം ഗൈസ്. നമ്മുടെ ബ്ലോക്ക് എടുത്ത് വെച്ചിട്ട് ഇത് കവർ ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഇതിനകത്തോട്ട് ആ വില്ലേജർ കയറരുത്, അതാണ് നമ്മുടെ ലക്ഷ്യം. രണ്ട് ബ്ലോക്ക് ഹൈറ്റ് മതി ഗൈസ് അതിന്. പിന്നെ ഇവിടെ ഒരു മറ്റേ ലൈറ്റ്നിങ് റോഡ് ഉണ്ടാക്കി വെക്കാൻ മറക്കില്ല ഗൈസ്, കാരണം ചിലപ്പം ലവന്മാരുടെ മണ്ടകളൊക്കെ ഇതടിക്കും. നമുക്കിനി ഇവിടെ നിന്നൊരു സ്റ്റെപ്പ് അങ്ങോട്ട് കയറി ഉണ്ടാക്കി പോകാം ഗൈസ്. നമുക്ക് മറ്റേ റെയിൽ ഇടണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇത് നടത്തി നോക്കാം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാലും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ കളക്ടിങ് ഏരിയക്കകത്ത് വില്ലേജർ താഴോട്ട് വരില്ല. ഇതിനകത്ത് വന്ന് വീണ വില്ലേജർ പിന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോകില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഗ്ലാസ് എടുക്കണം ഗൈസ്. നമുക്ക് അകത്ത് ചെയ്യുന്ന വില്ലേജറെ കാണാനാണ് നമ്മളിവിടെ ഗ്ലാസ് വെക്കുന്നത്. അയ്യോ അവിടെ അല്ല, സോറി മാറിപ്പോയി, എനിക്കറിയാമായിരുന്നു തെറ്റുമെന്ന്. അതെ ഗൈസ്, ഇവിടെ ഒരു ഗ്ലാസ് വെക്കണം. ഇങ്ങനത്തെ ഒരു ടെമ്പററി ബ്ലോക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ ഒരു 3 ഗ്ലാസ് കൂടെ വെക്കണം ഗൈസ്. ഒന്നുമില്ല, യെസ് 3 ഗ്ലാസ്. ഇത് വീണ്ടും ഒരു ടെമ്പററി ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഇതിവിടെ ഒരു ഗ്ലാസ്. വീണ്ടും ഒരു ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ ഒരു 3 ഗ്ലാസ്. അപ്പോൾ ഇത് കണക്റ്റ് ആവും ഗൈസ്. ഇനി ഇതെങ്ങനെ പൊട്ടിച്ച് മാറട്ടെ. ഷവലിൻ്റെയൊക്കെ എഫിഷ്യൻസി പെട്ടെന്നാണ് വരുന്നത്. നമുക്ക് ഈ വെച്ച ബ്ലോക്ക് പൊട്ടിച്ചളയാനൊന്നുമില്ല. ഇനി ട്രാപ്പ് ഡോർ വേണം ഗൈസ്. ട്രാപ്പ് ഡോർ എൻ്റെ ഇനി 3 എണ്ണോടെ ഉള്ളൂ, നമുക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ അടിയിൽ ഓരോന്നിങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കണം ഗൈസ്. ഞാൻ ട്രാപ്പ് ഡോർ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരാം. ഗൈസ്, നമുക്ക് ട്രാപ്പ് ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ അവന്മാർ വന്ന് നിന്നോളും ഗൈസ്. നമുക്കിതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാതെ ഞാൻ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തോളാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കകത്ത് നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട്, പൊട്ടറ്റോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നടണം ഗൈസ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഫാമിൽ നിന്നിട്ട് കുറേ ക്യാരറ്റ് ഒപ്പിച്ചായിരുന്നു. അതാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് ഓടി വന്നേ. ഞങ്ങൾക്ക് എന്തൊക്കെ കാണിക്കും ഗൈസ്. നമുക്ക് ഈ ഹോ എടുത്ത് കയ്യിലോട്ട് വെച്ചേക്കാം. എന്തായാലും ഇല്ല, വില്ലേജർമാരെ കൊണ്ടുവരുമ്പോൾ അവന്മാരത് പൊട്ടിക്കും. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ടിൽറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ തന്നെ കയറുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടും. വില്ലേജർമാരെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഇതെടുത്ത് കളയണം ഗൈസ്. നമുക്ക് ഇപ്പോൾ എടുത്ത് മാറ്റി ഇറങ്ങിപ്പോകാൻ പറ്റും. നമുക്ക് ഇതൊന്ന് ടിൽറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിവിടെ ക്യാരറ്റ് ഇട്ട് വെക്കാം ഗൈസ്. പിന്നെ അവന്മാരുടെ കയ്യിൽ കുറച്ച് എറിഞ്ഞു കൊടുക്കാനും പറഞ്ഞു. അവന്മാർ എത്രാണ്ട് ക്യാരറ്റ് ഉണ്ടെങ്കിൽ അവന്മാർ ഇത് അവന്മാർ ബ്രീഡാവത്തുള്ളൂ ഗൈസ്. അപ്പോൾ അവന്മാർക്ക് കൊടുക്കാൻ നമുക്ക് കുറച്ച് ക്യാരറ്റ് വേണം. ബോൺ മീൽ ഉണ്ടായിരുന്നു, ബോൺ മീൽ വെച്ചാൽ മതി. അപ്പോൾ ബോൺ മീൽ എൻ്റെ ഇല്ല, അതുകൊണ്ട് ഇവിടെ ക്യാരറ്റ് ഇടാം ഗൈസ്. ക്യാരറ്റ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ ക്യാരറ്റ് ഇട്ടു. നമ്മളിനി 48 9 അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് ഞാൻ കുടിക്കാതെ എടാ, ഞാൻ ഇതിനകത്ത് വീണ്ടറാ. കയറാൻ വയ്യ. ഇത് കഷ്ടമെന്ന് പറയണേ ഇതൊക്കെ. ഇങ്ങനെ വീഴുക പൊട്ടന്മാരും. ഞാൻ ഇറങ്ങുന്ന എങ്ങനെ? ഞാൻ ഇറങ്ങി കുഴി കൂടെ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ബ്ലോക്ക് വെച്ചിട്ട് മണ്ട പൊട്ടിച്ചടാം. അതങ്ങ് പൊട്ടിച്ചടാം. ഓക്കെ ഗൈസ്, സൂപ്പർ. ഞാൻ എന്തോ ഞാൻ കാണിക്കുന്നേ. നമുക്ക് പൊട്ടിച്ചളയാം ഗൈസ്. ഇനി നമുക്ക് ടോർച്ച് വേണം. അത് നമുക്കിനി വില്ലേജർമാരെ കൊണ്ടുവരാം ഗൈസ്. അതാണ് ഏറ്റവും വലിയ പണി. എൻ്റെ കയ്യിലുള്ള സാധനമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കുതിരയുടെ കൂടെ കൊണ്ടുവന്നിട്ട് ഇതിനെ മണ്ടയ്ക്ക് ഇറക്കാൻ നോക്കാം. അതുകൂടെ ഉള്ളൂ നമ്മുടെ ലാസ്റ്റ് പണിയാണ്. വില്ലേജർമാരോടെ കൊണ്ടുവന്നാൽ നമ്മുടെ ബ്രീഡർ കാര്യം സെറ്റായി ഗൈസ്. കയ്യിരിക്കുന്ന സാധനമൊക്കെ വെച്ച് ഞാൻ ബോട്ടൊക്കെ എടുത്ത് വില്ലേജർമാരുടെ അടുത്തോട്ട് എത്തി ഗൈസ്. ഇനി ഈ പൊട്ടന്മാരെ അതിനകത്ത് കയറ്റുന്നതാണ് ഏറ്റവും വലിയ പണി. ഞാൻ ആദ്യം താഴത്തെ സ്റ്റെയർ പൊട്ടിച്ച് കളയാൻ സാധനം എടുത്തുകൊണ്ട് വന്നില്ല. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ അവിടെ ഇരുന്ന് പിക്കാക്സ് എടുത്ത ഗൈസ്. ഇനി നമുക്ക് ഈ ബോട്ട് ഇങ്ങോട്ടൊന്ന് പ്ലേസ് ചെയ്തിട്ട് അവിടെ അല്ല. അത് എവിടെയൊക്കെ പോയി പ്ലേസ് ആവുന്നു. എന്ത് പാടറേ ബോട്ട് പൊട്ടിക്കുക. ഇങ്ങോട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇത് നമുക്ക് അങ്ങ് പൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കഥവും തുറന്നിട്ട് ഏറ്റവും അടി കൊടുക്കാം. എന്നിട്ട് ഈ ബെഡ് കൂടെ അങ്ങ് പൊട്ടിച്ചളയാം ഗൈസ്. പൊട്ടിക്കയറിയില്ല. ഒന്നുകൂടി ഗൈസ്. എടാ ബോട്ടി കയറാ. അങ്ങോട്ട്. ഓക്കെ, ബോട്ടി കയറി. ഇനി നമുക്ക് ഇവനെ കയറി തുഴഞ്ഞിട്ട് ആ വീടിൻ്റെ മുമ്പിലോട്ട് പോയിട്ട് അതുകൂടെ പൊട്ടിച്ചളയാം ഗൈസ്. എന്ത് പാടാന്നറിയോ ഇവന്മാരെ കൊണ്ട് പരിപാടി ചെയ്യാൻ. ഇപ്പം നൈറ്റ് കൂടെ ആയ അടിപൊളിയായി.
ഞാൻ പെട്ടങ്ങനെയാണെങ്കിൽ ഇത് പൊട്ടിച്ചിട്ടേ ഇതിനകത്ത് ഇരിക്കുന്നതിനും എടുക്കാം. ഇവൻ്റെ വർക്ക് പോയില്ലോ, ഫാർമർ ആയിരുന്നില്ലേ. അതോ ആ ബെഡ് പൊട്ടിച്ചപ്പോൾ ലിങ്ക് ആയതാണെന്ന് തോന്നുന്നു ഗൈസ്. എടാ രാത്രിയാടാ. ആ അത് സൂപ്പർ, അത് പൊട്ടി. അയ്യോ അയ്യോ തേനി തേനി. എൻ്റെ പൊന്നു പുറം ഇറങ്ങി ചെന്നതിനകത്ത് നിന്ന് കയറി പോ. ആ അവനും കയറി ഗൈസ്. എടാ രാത്രി സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയെങ്കിലും? എടാ ഏതാ സമയം നോക്കണേ. ആ ഓക്കെ ഗൈസ് ഉറങ്ങിയിട്ടുണ്ട്. എന്താവുമെന്ന് അറിയത്തില്ല. ചിലപ്പം എണീക്കുമ്പോഴായിരിക്കും ഇവിടെ എല്ലാം അവിടെ വന്ന് നിരന്നിരിക്കുന്നത്. ആരെല്ലാം ഉണ്ടോ? ഇല്ല ഗൈസ്, ഞാൻ എൻ്റെ കുതിര എടുത്തുകൊണ്ട് വന്നിട്ടേ അമ്മമാരെ പെട്ടെന്ന് എത്തിക്കട്ടും. അയ്യോ ഇത് എവിടെയൊക്കെ കയറിപ്പോന്നു. ഓക്കെ ഗൈസ്, ഉമ്മാരി രണ്ടും എന്തോത്തിനകത്തോട്ടോ ലിങ്കായി. അതിൻ്റെ ബുദ്ധി ഞാൻ പിടിച്ചില്ല, അത് കുഴപ്പമില്ല. നമുക്ക് അവിടെ പോകുമ്പോൾ ചിലപ്പോൾ ഇത് പോകാൻ ചാൻസസ് ഉണ്ട്. ഈസി പൊടുന്ന സൗണ്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഗൈസ് ഉമ്മാരെ അങ്ങോട്ട് കൊണ്ടുപോയല്ലേ. ആ പൊട്ടി. ദിലീഷായില്ലേ? ഓക്കെ ഗൈസ് ഇനി അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവനെ ഇവിടെ കെട്ടാൻ അത് ഇംഗ്ലീഷ് അതിന് അടിയുണ്ട്. അത് ഇത് ഇംഗ്ലീഷ്. നീ ഇവിടെ ഓടി കളിച്ചോ. ഗുമ്മാരെ ഇനി മേളിൽ കയറ്റണം ഗൈസ്. അതിന് നമ്മൾ ഗുമ്മാരെ ഇങ്ങോട്ട് വലിച്ചടിപ്പിക്കണം ആദ്യം. ഓക്കെ ഉമ്മാരി ഫാമറിനകത്ത് ലിങ്കായി ഗൈസ്, രണ്ടുപേരും ലിങ്കായി. ഓക്കെ അപ്പോൾ പിന്നെ എളുപ്പമുണ്ട്. നമുക്ക് ഇവിടുന്ന് മേലോട്ട് ചെയ്യാം ഗൈസ്. എന്നിട്ട് അങ്ങോട്ടല്ലല്ലേ പോകേണ്ടത്. കൈ ബ്ലോക്ക് എടുത്തുകൊണ്ട് വന്നില്ല. നമുക്ക് ഇങ്ങോട്ട് എഴുതിയിട്ട് പതുക്കെ വലിച്ച് താഴോട്ട് ഇടാം. ഈ സൈഡ് മുകളിൽ ബ്ലോക്കൊക്കെ പൊട്ടിച്ചു മാറ്റി. എപ്പോഴാണ് സഫോക്കേറ്റ് അയച്ചാവുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി പൊട്ടുന്നില്ല. പോട്ട്. ഓക്കെ അമ്മമാർ അവിടെ നശിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് രണ്ടും മാറ്റിയിട്ട് 2 ക്യാരറ്റ് വെച്ച് കൊടുക്കാം. അമ്മമാർ തന്നെ നട്ടടാ. ഓക്കെ ഇനി അമ്മമാർ ബ്രീഡാവുന്നവിടെ നോക്കിയാൽ ചേച്ചി നമുക്ക് ജസ്റ്റ് ഇതിനപ്പുറത്തോട്ട് ചാടി കയറിയിട്ട് അമ്മമാർക്ക് ഇതിനകത്തോടെ കയറാൻ പറ്റത്തില്ല. എടാ ഇതിനകത്ത് വന്നടാ ബേബി വില്ലേജർ. ഗൈസ് നമ്മുടെ ഫാം വർക്കായി ഗൈസ്. ഞാനും കുഴി വീണു. പന്നിയൊക്കെ ചാടി കയറി ഓടിക്കൊണ്ട് പോകുന്നു. ഇത് രണ്ടും പൊട്ടിച്ചോളെ. നീ അവിടെ നിൽക്കി, ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറണം ഗൈസ്. എന്നിട്ട് ഇത് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതുകൂടെ പൊട്ടിച്ച് മാറ്റണം ഗൈസ്. നമ്മുടെ ഫാം വർക്കായി ഗൈസ്. ഇനി കുതിരയെ നോക്കണം. പിന്നെ ഇതിനകത്ത് ടോർച്ച് ചെയ്യാൻ ഗൈസ്. ഇതിനകത്ത് നിങ്ങൾ ടോർച്ച് ചെയ്യാൻ മറക്കലില്ലെങ്കിൽ ഇതിനകത്ത് രാത്രി ആകുമ്പോൾ സോംബി സ്പോണായിട്ട് ഉമ്മാരെ തല്ലി കൊല്ലും. അകത്തും ടോർച്ച് ചെയ്യാൻ മറക്കില്ല ഗൈസ്. പിന്നെ ഈ സുന അടച്ചു വെക്കണം ഗൈസ്, ഇല്ലെങ്കിൽ ഇതിനകത്ത് സോംബി കയറും. ഓക്കെ ഗൈസ് നമ്മുടെ ഫാം വർക്കാണ്. നമ്മുടെ ഫസ്റ്റ് വില്ലേജർ ഇവിടെ എത്തിയിട്ടുണ്ട്, ബേബി വില്ലേജർ. ഇനി ഇവൻ വലുതായിട്ട് നമുക്ക് ഇവിടുന്ന് പതുക്കെ ഉമ്മാരെ എടുത്തുകൊണ്ട് ട്രെയിനിങ് ഹാൾ ഉണ്ടാകുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കംപ്ലീറ്റ് അയനാർമറിലായിട്ടുണ്ട്. പിന്നെ വില്ലേജ് ബ്രീഡ് ഉണ്ടാക്കി എത്ര ദിവസം പണിയാണെന്നറിയോ? നമുക്ക് പണിയാനായിട്ട് എത്ര ദിവസം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നറിയോ? ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ സൈനിങ് ഓഫ് ഗൈസ്.